എല്ലാവരും ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. എന്നാൽ പണ്ട് തൊട്ടേ പഠിക്കാതിരിക്കുമ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെ. ഓക്കെ, എനിക്ക് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പല രൂപഭാവങ്ങളിലൂടെ ഞാൻ കടന്നു പോകും. എല്ലാവരും അങ്ങനെയാണോ എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ലാപ്ടോപ്പ് പണ്ട് പുസ്തകം അതങ്ങോട്ട് തുറക്കും. അപ്പം 100% പോസിറ്റീവ് വൈബ്സ് ഓൺലൈൻ. അപ്പം ഞാൻ ഓർക്കും ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചിരിക്കും എന്നോർക്കും. ആദ്യത്തെ പേജ് പഠിക്കും, രണ്ടാമത്തെ പേജ് പഠിക്കും, മൂന്നാമത്തെ പേജ് പഠിക്കും, നാലാമത്തെ പേജ് പഠിക്കും, 5ാമത്തെ പേജിലെത്തുമ്പോൾ ഞാൻ ആലോചിക്കും ഒന്നാമത്തേതൊന്ന് ആലോചിച്ച് നോക്കിയാലോ എന്നോർക്കും. ഒന്നാമത്തെ ഒരു പേജിൽ ഒരു കിണ്ടിയും തലയിലില്ലായിരിക്കും. അപ്പം ഞാൻ ഓർക്കും ഇങ്ങനെയൊക്കെയാ പഠിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞാൽ വീണ്ടും 1 നിന്ന് 5 വരെ തുടങ്ങും. വീണ്ടും ഇത് തന്നെ അവസ്ഥ. അപ്പം വളരെ എൻ്റെ 100% കോൺഫിഡൻസിലെ ബാറ്ററി കുറഞ്ഞൊരു 80 ആവും. പരീക്ഷയ്ക്ക് ഒന്ന് പാസ്സായി കിട്ടിയാൽ പിന്നെ ഈ ബുക്കൊന്നും ആവശ്യമില്ല, പിന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല, പഠിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഇരിക്കും. ഇങ്ങനെ പല രൂപാന്തര ഭേദഭാവങ്ങളിലും കൂടെ പോയിട്ട് അവസാനം അത് കരഞ്ഞ് ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എന്തിന് പഠിക്കുന്നു എന്നൊക്കെ തല തല്ലി കരഞ്ഞ് എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല എന്നൊക്കെയുള്ള സത്യം ഞാൻ റിയലൈസ് ചെയ്ത് കരഞ്ഞ ഇതളുകൾ കുതിർത്ത് ഞാൻ അവസാനം വീണ്ടും എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു ഓർമ്മ വരും. അങ്ങനെയാകട്ടോ, കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞ് ഉപ്പൻ്റെ കണ്ണ് പോലെ ആയി കഴിയുമ്പോഴേ എനിക്ക് പഠിക്കാൻ ആ ഒരു കണ്ണ് നീറിയ കണ്ണും വിതുമ്പുന്ന മനസ്സുമായിരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് കരയാൻ പറ്റുമോ? ലാപ്ടോപ്പിൽ വെള്ളം കയറി അതിൻ്റെ പൈസ ആര് മുടക്കണോ? ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു വെക്കും. വായിക്കാൻ പറ്റുന്നില്ല. ABCD മാത്രമേ ഇംഗ്ലീഷിൽ അറിയത്തുള്ളൂ, കൂട്ടി വായിക്കാൻ വയ്യ, ഒന്നിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, ഇതെന്തുവായത് എനിക്കറിഞ്ഞൂട്. ഇതിനെന്തു ദൈവമേ. ഞാൻ ആകാശത്തിലേക്ക് നോക്കിയതാ പറയുന്നു എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിയും ബോധവും കൊടുക്കണം. എന്തിനാ ഇങ്ങനെ ചിലവരെ മാത്രം പഠിക്കാൻ ബുദ്ധിയില്ലാതാക്കി സൃഷ്ടിച്ചെന്ന്.